ഇനി തൃശൂർ കോർപ്പറേഷന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇന്ന്. തർക്കങ്ങൾക്കൊടുവിൽ ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറായും എ പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും കഴിഞ്ഞ ദിവസമായിരുന്നു DCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. 33 അംഗങ്ങളുള്ള കോൺഗ്രസിന് 56 അംഗ കോർപ്പറേഷനിൽ ലഭിച്ചത് വലിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ചെറിയ അവ്യക്തതകൾ അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പ്രതിപക്ഷമായ LDFന്റെയും NDAയുടെയും തീരുമാനം. ഹരീഷ് നാരായൺ കൂടി ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വരെ വലിയ ഒരു തർക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം DCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തർക്കവുമില്ല, എല്ലാം ഇവിടെ ഓക്കെയാണ്. പക്ഷേ അതിന് തൊട്ട് മുൻപ് വരെ KCയുടെ ഒരു ഇടപെടൽ, KC വേണുഗോപാലിന്റെ ഇടപെടലൊക്കെ ഉണ്ട് എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മത്സരത്തിലേക്ക് എത്തുകയാണ്. എന്താണ് വിവരം? ലിജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയാണ്. കാരണം ഒരു പതിറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഈ ഒരു കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചപ്പോൾ വലിയ പ്രതീക്ഷയാണ് എല്ലാവരും അർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ നല്ല നേതാക്കളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ആദ്യം മുതലേ കോൺഗ്രസിനുണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ, ചില തർക്കങ്ങൾ, ചില ആശങ്കകളൊക്കെ തന്നെ ഉടലെടുത്തത് എന്നുള്ളതാണ് തൃശൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ ആശങ്കകളൊന്നും ഇപ്പോഴും പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മേയറെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറെയും പ്രഖ്യാപിച്ചതാണ്. നിജി ജസ്റ്റിൻ മേയറും അതുപോലെ തന്നെ എ പ്രസാദ് ഡെപ്യൂട്ടി മേയറും ആയിരിക്കും. അത് പാർലമെന്ററി പാർട്ടി തീരുമാനത്തോട് അനുബന്ധിച്ചാണ് അത്തരത്തിലൊരു തീരുമാനം എത്തിയതെന്നും ആ ഒരു തീരുമാനം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജോസഫ് ടാജറ്റ് DCC പ്രസിഡന്റ് പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലാലി ജെയിംസ് ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഒരു മേയർ സ്ഥാനത്തേക്കുള്ള ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരാണ് ലാലി ജെയിംസിൻ്റെത്. അതിനുശേഷമാണ് നിജി ജസ്റ്റിൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു മുൻനിരയിലേക്ക്, ഈ ഒരു മേയർ സ്ഥാനത്തേക്കുള്ള അല്ലെങ്കിൽ മുൻനിരയിലേക്ക് ആ ഒരു പേരുകൾ ഉയർന്നു വന്നത്. അതിനു മുൻപ് ലാലി ജെയിംസിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേയർ സ്ഥാനം ലഭിക്കാത്തതിന് വലിയ രീതിയിലുള്ള അതൃപ്തി കഴിഞ്ഞ ദിവസം ലാലി ജെയിംസ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴും ലാലി ജെയിംസ് വിപ്പ് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസം തന്നെ മറ്റ് കൗൺസിലർമാരെല്ലാം തന്നെ എത്തി വിപ്പ് കൈപ്പറ്റിയിരുന്നു. പക്ഷേ ലാലി ജെയിംസ് ഇതുവരെയും വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ ലാലി ജെയിംസിനെ സമന്വയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഇതുവരെയും അവർ സമരസപ്പെടാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു വിപ്പ് കൈപ്പറ്റാനോ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിഭാഗീയത അല്ലെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തൃശ്ശൂരിൽ പ്രധാനമായും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള അതിന് ഇടയിൽ ഒരു പ്രതിഷേധത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തൃശ്ശൂരിൽ ജയിച്ചു കയറിയത്. 56 സീറ്റിൽ 33 കോൺഗ്രസിന് ലഭിച്ചത്. LDF നോക്കുകയാണെങ്കിൽ 13, NDA 8 എന്നുള്ള നിലയിലാണ് ഇവിടെ സീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നേതാക്കളെ അല്ലെങ്കിൽ വളരെ പരിചയസമ്പന്നരായ നേതാക്കളെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന ആരോപണം നിജി ജസ്റ്റിന് പരിചയസമ്പത്തില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് മുൻപരിചയം കുറവുള്ള ഒരു വ്യക്തിയാണ് നിജി ജസ്റ്റിൻ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മേയറാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു തർക്കത്തിനിടയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തർക്കമൊന്നും നിലനിൽക്കുന്നില്ല. വളരെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകും. എല്ലാവരും അംഗീകരിച്ചിട്ട് തന്നെയാണ് നിജി ജസ്റ്റിന്റെ പേര് പറഞ്ഞത് എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ലാലി ജെയിംസ് ഇന്ന് പ്രതികരിച്ചേക്കും. അങ്ങനെയെങ്കിൽ ഈ മേയർ ആവാൻ സാധിക്കാത്തതിനുള്ള അമർഷം അല്ലെങ്കിൽ അതിൻ്റെ അതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ലാലി ജെയിംസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വലിയ സങ്കടമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഈ മേയർ ആവാൻ സാധിക്കാത്തതിൽ വലിയ അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അവസാന നിമിഷം വരെ ലാലി ജെയിംസിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പിന്നീട് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ഒരു നിജി ജസ്റ്റിൻ ആയിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് വലിയ പിന്തുണ, അതായത് ദേശീയ നേതാക്കളുടെയൊക്കെ വലിയ പിന്തുണ നിജിക്ക് ഉണ്ട്. അല്ലെങ്കിൽ ദേശീയ നേതാക്കളുമായുള്ള ഒരു ബന്ധമൊക്കെ ഇതിന് സഹായിച്ചു എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഡോക്ടറാണ്, അതുപോലെ തന്നെ DCC വൈസ് പ്രസിഡന്റ് അത്തരത്തിലുള്ള സ്ഥാനമൊക്കെ നിർവഹിച്ചതാണ്. ഇതൊക്കെ ആയാൽ പോലും
ഈ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ മേയർ ആവാൻ വേണ്ട മുൻപരിചയം നിജിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കുന്നത്, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സംബന്ധിച്ച എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ LDF ആണെങ്കിലും NDA ആണെങ്കിലും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച, കോർപ്പറേഷൻ മീറ്റിംഗിന് ശേഷം സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിന് നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിന് തൃശ്ശൂരിൽ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ, ചില തർക്കങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങൾ ഒക്കെ തൃശ്ശൂരിൽ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 10:30 തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്.